മനസ്സ് ഭാഗം 2. ജീവരൂപത്തിന്റെ ഭാഗമായ കോശത്തിനുള്ളിൽ ജീവന് വിധേയമായി പ്രവർത്തിച്ച് സങ്കീർണ സൂക്ഷ്മത ആയിത്തീരുന്ന ഊർജം കോശത്തിന്റെ മരണത്തിലൂടെ സ്വതന്ത്രമായി തീരുന്നതിലൂടെ ജീവരൂപത്തിനു പുറത്തുള്ള എന്തിലും ജീവശേഷിക്ക് ആനുപാതികമായി സഞ്ചരിക്കുന്നതിനും ആ വിശേഷങ്ങളെ സൂക്ഷ്മതരമായി ജീവനിൽ നിക്ഷിപ്തമാക്കുന്നതിനുമുള്ള പ്രാപ്തിയാണ് മനസ്സിന്റെ ഉൽപ്പത്തിയിലൂടെ ജീവന് ലഭിക്കുന്നത്. ഊർജ വൈവിധ്യങ്ങളുടെ സംഗമത്തിലൂടെ പ്രവർത്തനക്ഷമമാകുന്ന ജീവന്റെ പ്രാപഞ്ചിക ഗുണമാർന്ന ചലന താൽപ്പര്യങ്ങളും വ്യഗ്രതകളും നിമിത്തമായി വന്നുപെടുന്ന അനുഭവങ്ങളുടെ സംഭരിതാവസ്ഥയുടെ വലുപ്പമാണ് മനസ്സ് എന്ന പ്രതിഭാസത്തിന്റെ വലുപ്പത്തെ നിർണയിക്കുന്നത്. ജീവി എന്ന നിലയിൽ ജീവന്റെ താൽപ്പര്യങ്ങൾക്ക് ഒത്തതും അല്ലാത്തതുമായ പ്രകൃതിയിലെ മാറ്റങ്ങളെ തിരിച്ചറിയുക എന്നത് ജീവന്റെ വികാസത്തിന് എന്നും അനിവാര്യതയാണ്. അവസ്ഥകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തുന്നതിനും ഗുണകരവും സുഖകരവുമായവയെ പ്രാപിക്കുന്നതിനും അതുവഴി സുരക്ഷിതത്വം പ്രാപിക്കുന്നതിനും വളരുന്നതിനും മറ്റുമുള്ള ജീവന്റെ വ്യഗ്രതയായി പ്രവർത്തനശേഷിക്കും ആവശ്യങ്ങൾക്കുമൊപ്പം വികാസം പ്രാപിച്ച ജീവന്റെ തന്നെ വിവേചനാധികാരവും ശേഷിയും ആയിത്തീരുന്നു മനസ്സ്. പ്രാപഞ്ചികമായ ഊർജ വൈവിധ്യങ്ങളെ പ്രവർത്തനങ്ങളിലൂടെ പരിവർത്തിതമാക്കി സ്വന്തം പരിണാമവും അവസ്ഥാപരമായ പരിവർത്തനങ്ങളും വഴി ജീവൻ പ്രപഞ്ചകാരണശേഷി ആർജിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതായതുകൊണ്ട് മനസ്സ് എപ്പോഴും പ്രാപഞ്ചികമായവയിൽ ശേഷിക്കൊത്തവണ്ണം ഏറിയും കുറഞ്ഞും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്പമാത്രമെന്നോ നിസ്സാരമെന്നോ ഉള്ള പരിഗണനയിൽപ്പെടുത്താവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ തന്നെ അവയൊക്കെ പ്രപഞ്ചവിശേഷത്തിന്റെ ഭാഗങ്ങളാവാതെ പോകുന്നില്ലല്ലോ. സകലവും പ്രപഞ്ചാംശം ആയതുകൊണ്ട് ഏറ്റവും ചെറിയ ചിന്തകളെപ്പോലും അതാതിൻ്റേതായ കാഴ്ചപ്പാടിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്താശകലങ്ങളായി പരിഗണിക്കാനാവുന്നു. ആ യഥാർത്ഥമോ വിഭ്രാന്തിയോ വിചിത്രമോ എന്നൊക്കെ പറയാവുന്ന ഏതുതരം മനോവ്യാപാരം ആയിരുന്നാലും അവയെല്ലാം താൽപ്പര്യങ്ങളും ഭാവങ്ങളും അവസ്ഥകളുമായി സൂക്ഷ്മതരമായോ സ്ഥൂലരൂപത്തിലോ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതാകുന്നില്ല. സങ്കല്പങ്ങളായോ അവസ്ഥകളായോ വിഭാവനം ചെയ്യാൻ പറ്റുന്നതെന്തും പ്രാപഞ്ചികമായതിനാൽ മനസ്സ് എന്നത് പ്രാപഞ്ചികമായ ഊർജ വൈവിധ്യങ്ങളുടെ അത്യതീവ സൂക്ഷ്മത പേറുന്ന സംഗമ വൈഭവമാകുന്ന ജീവന്റെ വികേന്ദ്രീകൃതമായി നിലകൊള്ളുന്ന പ്രവർത്തനഗതി എന്നതാകുന്നു. സങ്കല്പാവസ്ഥയിൽ നിലകൊണ്ടിരുന്ന കാരണശേഷി എന്ന ഊർജ നിക്ഷിപ്താവസ്ഥയ്ക്ക് സ്ഥൂലരൂപം പ്രാപ്യമായി പ്രപഞ്ചമായി പ്രവർത്തിച്ചു തുടങ്ങിയതിനൊപ്പം ചലനവേഗം കുറഞ്ഞു വരുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രാപഞ്ചികം എന്ന സ്ഥൂലരൂപം സൂക്ഷ്മതരം ആയി പരിവർത്തിതമാവുമ്പോൾ ആ അവസ്ഥയ്ക്ക് പ്രാപ്യമാവുന്ന ചലനവേഗം കണക്കുകൾ കൊണ്ട് അളക്കാൻ കഴിയാതാവുകയും അതുകൊണ്ട് തന്നെ സങ്കല്പതരം ആയിത്തീരുകയും ചെയ്യുന്നു. ആകർഷണശക്തിയും പ്രകാശവും ഊർജത്തിന്റെ ഇതര ഭാവങ്ങളും സംഗമിച്ച് രൂപമായി തീരുന്ന ജീവശേഷിക്ക് ഒരു സ്ഥൂലതരമായ പ്രവർത്തനം സാധിച്ചെടുക്കണമെങ്കിൽ ആകർഷണ വേഗവും പ്രകാശവേഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ സമയവും വേഗത കുറഞ്ഞ ചലനഗതിയുമാണ് അനിവാര്യതകൾ എന്ന് കാണാം. ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പത്തിയായി പ്രവർത്തിച്ചു നിൽക്കുന്ന ജീവരൂപങ്ങൾക്കും ജ്യോതിർഗോളങ്ങളെപ്പോലെ തന്നെ ആകർഷണ പ്രകാശ വേഗത്തിനു ഒത്തവിധം സ്ഥൂലതരമായ പ്രവർത്തനങ്ങൾ സാധ്യമല്ലാതെ വരുന്നു. പക്ഷേ ജീവന്റെ ഇത്തരത്തിലുള്ള വേഗത കുറഞ്ഞ ശരീരമെന്ന സ്ഥൂലതര പ്രവർത്തനങ്ങളിലൂടെയാണ് അതീവ വേഗ സഞ്ചാരം സാധ്യമാവുന്ന മനസ്സ് എന്ന സൃഷ്ടി നടക്കുന്നതും. പ്രപഞ്ചം സകലതിൻ്റെയും സമന്വയം എന്ന പൂർണ്ണത ആയതുകൊണ്ട് തന്നെ ഒരവസ്ഥയുടെ പ്രവർത്തനം അവസ്ഥാന്തരത്തിലേക്ക് പരിവർത്തിതമാവുകയും വിപരീതാവസ്ഥ എന്നു തോന്നും വിധം പൂർണ്ണതയുടെ മറ്റൊരു ഭാവം സംജാതമാവുകയും ചെയ്യുന്നു.
പ്രാപഞ്ചികമായ ഭാവവ്യതിയാനങ്ങളുടെ സമന്വയമായി തന്നെ ജീവപ്രവർത്തനത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അവസ്ഥാന്തരങ്ങളായി ശരീരത്തിൻ്റെ അല്പമാത്ര ചലനവും മനസ്സിൻ്റെ അതിവേഗ സഞ്ചാരവും നിലകൊള്ളുന്നു. സൂക്ഷ്മമെന്ന് പറയപ്പെടുന്ന പ്രകാശത്തിൻ്റെ സഞ്ചാരവേഗം എത്രയാണെന്ന് ഇക്കാലത്ത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ശരീരമായി നിലകൊള്ളുമ്പോൾ ജീവപ്രവർത്തനത്തിന് അനിവാര്യമായി വരുന്ന പ്രകാശം കണങ്ങളും അതുകൊണ്ട് തന്നെ അത്യല്പമായ രൂപങ്ങളും ആയതിനാൽ വേഗത്തിന് പ്രാപഞ്ചികമായി തന്നെ പരിധി നിർണയിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. ഘടനാപരമായ ഏതെങ്കിലും അവസ്ഥയിൽ സംഭരിതമായ ഊർജം ഘടനയിൽ നിന്ന് മോചിതമായി പ്രകാശമായി സൂക്ഷ്മമാവുമ്പോൾ ഇന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കാൻ പ്രാപഞ്ചികമായ നിയന്ത്രണത്തിന് വിധേയമായ ശേഷി ലഭിക്കുന്നു. പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മകണം എന്ന അവസ്ഥയിൽ നിന്ന് അതീവ സൂക്ഷ്മതയിലേക്കുള്ള പരിണതി ഊർജത്തിനു സാധ്യമാവുമ്പോൾ അത് തീർത്തും രൂപമില്ലാത്ത സങ്കല്പം എന്ന അവസ്ഥയായി തീരുന്നു. രൂപതരമായി യാതൊന്നുമില്ലാത്ത ഊർജത്തിൻ്റെ സങ്കല്പവേഗം നിർവചനങ്ങൾക്കും വിവരണങ്ങൾക്കും അതീതമായി വരികയും സങ്കല്പമായി പ്രപഞ്ചത്തിലുള്ള എന്തിലും എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാൻ പ്രാപ്തവുമായി തീരുന്ന സ്ഥിതി ഉണ്ടാവുന്നു. രൂപതരമായ ഒരു നിലനിൽപ്പിന് സാധ്യമാവുന്ന പരമാവധി വേഗം സാധ്യമായിരിക്കുന്ന പ്രകാശം ജീവന്റെ പ്രവർത്തന കാരണമാകുന്നുവെങ്കിലും ആ ശേഷി സംജാതമായത് ആ ഊർജം നിക്ഷിപ്തമായിരുന്ന അണുരൂപം വിഘടനത്തിലൂടെ അഖണ്ഡത നഷ്ടപ്പെട്ട് സൂക്ഷ്മകണങ്ങളായി തീർന്നതുകൊണ്ടാണ്. പ്രകാശമായി തീരുന്ന ഊർജകണങ്ങൾ വീണ്ടും തകർന്ന് ഒന്നുമില്ലായിക എന്ന് വിളിക്കാവുന്ന അവസ്ഥയായി സങ്കല്പമായി മാറുമ്പോൾ അതിന് എവിടെയും എന്തിലും പ്രവേശിക്കാനാവുന്നതും പ്രവർത്തിച്ചു നിൽക്കുന്നതിന് സാധ്യമാവുന്നതും എവിടെയും എന്തിലും പ്രവർത്തിക്കാൻ ആവുന്നത് നിമിത്തം എന്തിലും നിറഞ്ഞു നിൽക്കുന്ന കാരണോർജം ആയിത്തീരുന്നതിന് സാധ്യവും ആകുന്നു. ഇവിധം പ്രകൃതിയിൽ സ്ഥൂലഭാവങ്ങളോടെ നിലകൊള്ളുന്ന ഊർജത്തെ കാരണം എന്ന അവസ്ഥയിലേക്ക് പരിവർത്തിതമാക്കുന്ന പ്രക്രിയയാണ് ജീവൻ എന്ന സങ്കീർണതയിലൂടെ ശരീരം എന്ന പ്രവർത്തനം കൊണ്ട് പ്രപഞ്ചമനസ്സ് ലക്ഷ്യം വയ്ക്കുന്നതും പൂർണ്ണതയിൽ എത്തിക്കുന്നതും. ജീവിതം എന്ന പ്രതിഭാസത്തിന് പിന്നിലുള്ള പ്രപഞ്ചത്തിൻ്റെ കരുതൽ ജീവനെ സകലതിനും കാരണം എന്ന അവസ്ഥയിലേക്ക് വളർത്തുക എന്നതാകുന്നു. ഊർജം ജീവൻ വഴി പരിവർത്തിതമായി കാരണം എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ അതിന് ദൃശ്യതരമായിരിക്കുന്നതിനോ പ്രത്യക്ഷമായ അനുഭവമായിരിക്കുന്നതിനോ ആവുന്നില്ല. ദൃശ്യതരമോ പ്രത്യക്ഷമായ അനുഭവമോ ആയിരിക്കുന്നതിനു സാധ്യമല്ലാത്തതിനാൽ കാരണത്തിൻ്റെ സ്വഭാവ വൈവിധ്യങ്ങൾ എല്ലാം പേറുന്ന മനസ്സിനും പ്രവർത്തന നിരതമെങ്കിലും ദൃശ്യതയില്ലാത്ത നിലനിൽപ്പ് ആയിരിക്കുന്നതിന് മാത്രം കഴിയുന്നു. പ്രപഞ്ചത്തിലെ അതീവ സങ്കീർണ പ്രതിഭാസമായ മനസ്സിനെക്കുറിച്ച് അറിയാൻ പ്രാപ്തമാവുന്ന ജീവന്റെ ശേഷിയാണ് മനുഷ്യാവസ്ഥ എന്നത്. ജീവനിൽ സംഭരിതമായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ വൈവിധ്യങ്ങൾക്കും താൽപ്പര്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കും ഒത്ത് മനസ്സിൻ്റെ പ്രവർത്തനം പല സമയത്തും പലത് എന്ന് പറയാവുന്ന വിധത്തിലായി വ്യത്യസ്തത പ്രാപിച്ചു വരികയും ചെയ്യുന്നു. രൂപത്തിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥ എന്നുപോലും പറയാനില്ലാത്ത അത്യതീവ സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ജനിച്ചു വളരുന്നു എന്നതുപോലെ മനസ്സിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും അവസ്ഥകളും ജീവന്റെ പ്രവർത്തനങ്ങൾ വഴി രൂപങ്ങളായി വളർന്ന് വികസിച്ചു വരുന്നു. പ്രപഞ്ചത്തിന് കാരണമായ സങ്കല്പതര ശേഷിയുടെ അടിസ്ഥാന വാസനയുടെ തനിയാവർത്തനമായി സംഭവിക്കുന്ന പ്രവർത്തനത്തിനും കൃത്യതയ്ക്കുമായി ജീവശേഷിയായി വികസിച്ചു വരുന്ന മനസ്സിൻ്റെ അവസ്ഥാവിശേഷമായിട്ടാണ് ജീവനിൽ ബുദ്ധി ഉദയം ചെയ്യുന്നതും വികാസം പ്രാപിക്കുന്നതും. എന്നാൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വലിപ്പം സംഭവിക്കുക എന്നത് അനുഭവങ്ങളുടെ പരിണതിയായി സംഭവിക്കുന്ന ജീവന്റെ ശേഷിക്ക് ആനുപാതികമായിട്ട് ആയിരിക്കുകയും ചെയ്യുന്നു. മനസ്സിനെയും അതുവഴി ജീവനെയും നിരന്തരം പ്രകൃതി എന്ന കഠിന പഥങ്ങൾ താണ്ടുന്ന അനുഭവങ്ങൾക്ക് വിധേയമാക്കുന്നതിലൂടെ
പ്രപഞ്ചത്തിൻ്റെ അത്യതീവ സൂക്ഷ്മ സമ്പാദ്യമായി തീരുന്ന ജീവന്റെ വികാസം സാധ്യമാക്കുക എന്നത് ആത്യന്തിക ലക്ഷ്യം ആയതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതത്വവും കൃത്യതയും ഉറപ്പാക്കുന്ന ബുദ്ധിവികാസം ജീവന് അനിവാര്യമായി തീരുന്നു. ജീവനെ പൂർണ്ണതയുള്ളതാക്കുക എന്ന പ്രാപഞ്ചികമായ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി പ്രപഞ്ചത്തിൽ ഏറിയും കുറഞ്ഞും ജീവന്റെ ശേഷിക്കൊത്ത് മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും മനസ്സിൻ്റെ തന്നെ ഉൽപ്പന്നമായ കൃത്യതയും വ്യക്തതയും എന്ന ബുദ്ധി ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്വന്തം ശരീരം കൊണ്ട് സാധിക്കാത്തത് ആണെങ്കിൽ പോലും മനസ്സുവഴി സാധ്യമാവുന്ന പ്രപഞ്ച സഞ്ചാരം ജീവനെ സംബന്ധിച്ചിടത്തോളം പ്രാപഞ്ചികമായ അനിവാര്യത നിമിത്തം സംഭവിക്കേണ്ടതായി തന്നെ ഇരിക്കുന്നു. കാരണം പ്രപഞ്ചം അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ രൂപങ്ങളുടെ സംയുക്തതയും ചലനതരമായ പ്രവർത്തനങ്ങളുമാകുന്നു. ചലനതരമായ പ്രവർത്തനങ്ങൾക്കും രൂപങ്ങൾക്കും കാരണമായി തീരുന്നത് സങ്കല്പങ്ങളുമാണ്. പ്രാപഞ്ചികമായ രൂപങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും കാരണമായിരിക്കുന്ന സങ്കല്പത്തിൻ്റെ അല്പമാത്ര ഭാവമായ മനസ്സിനും ജീവശരീരത്തിൽ ഇരുന്നുകൊണ്ട് സഞ്ചരിക്കേണ്ടതായിട്ട് തന്നെ ഇരിക്കുന്നു.